ഹായ് ഓൾ, ഇന്ന് നല്ല അടിപൊളി ചൂരക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂര കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവ മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മീനിലേക്ക് കുറച്ച് മസാലയൊക്കെ പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ആദ്യമേ തന്നെ നമ്മൾ പുരട്ടി വെക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, മീനിൽ മസാലയൊക്കെ പിടിക്കും. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ്: സവാള, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയും ഐറ്റംസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിക്ക്. നല്ല ഉലുവയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചുവന്നുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം സവാളയാണ് ചേർത്തത്. സവാളയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും കൂടി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചേർക്കാം. പിന്നെ കറിവേപ്പില. ഇവയെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ചൂരക്കറി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസത്തേക്കൊക്കെയാണ് ശരിക്കും ചൂരക്കറി നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. കഷ്ണത്തിലൊക്കെ നല്ല പൊടികളൊക്കെ പിടിച്ച് പുളിയൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റിൽ കിട്ടും നമുക്ക്. നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് ഒരു 2 കുടംപുളി ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് പുളി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ മൂത്ത് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാടങ്ങ് കരിയണ്ട, ഈ ഒരു ഇതിൽ മതി. ചുവന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മതി. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യാം. മല്ലിപ്പൊടിയും ഒരു 3 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം കേട്ടോ. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നോക്കാം നമ്മൾ.
അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരുമിച്ച് ഒഴിക്കരുതേ. കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് കുറുക്കിയെടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു മീൻ കറിയിൽ നിങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് നമ്മൾ കുറുക്കി കൊടുക്കുകയാണെങ്കിൽ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറേശ്ശെ വെള്ളമൊഴിച്ച് അതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അതൊന്ന് കുറുകി വരുമ്പോൾ പിന്നെയുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്താണ് ഉപ്പും പുളിയൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഉപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉപ്പും പുളിയെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം ഞാൻ നോക്കി, ഇനി പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചൂരക്കറി റെഡിയാണ് ഇവിടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. പിന്നെ നിങ്ങളുടെ ലൈക്സും കമൻറ്റുകളൊക്കെ എനിക്ക് അയയ്ക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീനെല്ലാം ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡിയാവും. നിങ്ങളിങ്ങനെയൊക്കെയാണോ ചൂരക്കറി റെഡിയാക്കുന്നത്? കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ മീനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ അയക്കണേ. ഇനിയും അടിപൊളി ഐറ്റവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.